ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു മുട്ടയും ഈ വെജിറ്റബിളും കൊണ്ടൊരു നല്ലൊരു എഗ് വെജിറ്റബിൾ റെസിപ്പി ആട്ടാക്കാൻ വന്നേ. കണ്ടില്ലേ നമ്മുടെ എഗ്ഗ് മസാല, എഗ്ഗ് വെജിറ്റബിൾ മസാല. അതിന് വേണ്ടിയിട്ട് ഒരു 6 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ഒരു ക്യാബേജിൻ്റെ ഒരു 4 ഇതൾ എടുത്തിട്ട് കഴുകി അത് ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്താൽ മതി. ചുരുട്ടി വെച്ചിട്ട് അരിഞ്ഞെടുക്കുക. അങ്ങനെ 4 എടുത്ത് വെച്ചിട്ടുണ്ടേ. പിന്നെ 2 ക്യാരറ്റ്, അത് ഈ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക. പിന്നെ 2 ക്യാപ്സിക്കം, അതും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ടേ. പിന്നെ 6 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ആദ്യം ഈ മുട്ടയിൽ കുറച്ച് ഉപ്പിടേ. ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട്, ഇങ്ങനെ പറഞ്ഞൊന്നും വരണ്ട, ഒന്ന് ഉപ്പൊക്കെ എല്ലായിടും ഒന്ന് പിടിച്ച് ഒന്ന് റെഡിയാവണേ. ഇതൊരു ശകലം വെള്ളം ഒഴിക്കുക. ശകലം, എപ്പോഴും മുട്ടയ്ക്ക് ശകലം വെള്ളം ഒഴിക്കുക. ഞാൻ തോനെ ഒഴിക്കരുത്, ശകലം, 1 സ്പൂണിനോളം. മുട്ടയ്ക്ക് നല്ല മയവാണ്. തോന ഒഴിച്ച മുട്ട നമുക്ക് പാത്രത്തിൽ നിന്ന് എടുക്കാൻ പാടായിരിക്കും, പൊടിഞ്ഞു പോകും. മതിയേ. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കാം. പാത്രം ഒന്ന് ചൂടാവട്ടെ. നമുക്ക് കുറച്ച് റിഫൈൻഡ് ഓയിലാണ് ഇത് ഒഴിച്ചു കൊടുക്കേ. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി ഇതിനകത്തോട്ട് നമ്മളിപ്പോൾ അടിച്ചു വെച്ചേക്കുന്ന മുട്ടയില്ലേ, അതിനകത്തുനിന്ന് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കേ. ഒന്ന് കുറയ്ക്കാം. നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. തീ കുറച്ചിട്ടേക്കാണ്. നമ്മൾ മുട്ട എടുക്കാം. ഇങ്ങോട്ട് മാറ്റി വെക്കേ. ഇനി അടുത്തതും ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിനകത്ത് എണ്ണ ഒഴിക്കണ്ടേ, എണ്ണ ഉണ്ടത്. ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഈ കൂട്ടി കൊടുക്കല്ലേ, ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. നമ്മൾ രണ്ടാമത് ഒഴിച്ച മുട്ട എടുക്കേ. ഞാൻ അടുത്ത മുട്ടയും ശകലം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് കൂട്ടല്ലേ. തീ കുറയ്ക്കാം. ഇനി ഇതിനകത്തോട്ട് ഇതുപോലെ ഇനി ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഈ മുട്ട നമുക്ക് വറുത്തെടുക്കാം. നമ്മൾ ഈ മുട്ട എടുക്കാം. ഇനി ഇതിനകത്ത് ഇനിയിപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട. ഇനി ഇതൂടെ ഒഴിക്കാം.
കവർ ചെയ്ത് കൊടുക്കാം. ഇതും അതുപോലെ റെഡിയാക്കി എടുക്കാം. നമ്മളുടെ മുട്ട എടുക്കാം. ഇനി നമുക്കൊരു കടായി ഇറക്കി വെച്ച് കൊടുക്കാം. തീ കൂട്ടിയിടാം. മുട്ട മാറ്റി വെക്കാം. കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ 3 ടേബിൾ സ്പൂൺ എടുത്തുണ്ടേ. ഇല്ല, 2 ടേബിൾ സ്പൂണേ ഉള്ളൂ. എണ്ണ ചൂടാവട്ടെ. നമ്മുടെ ഈ ചൂടായ എണ്ണയിലോട്ട് ഒരു 7 വലിയ അല്ലി വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി അതും ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കേ. ഇത്തിരി അങ്ങ് ഫ്രൈ ആയി പോകരുത്. ഇനി ഇതിലോട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്നില്ലേ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഈ ക്യാബേജ് ഇട്ട് കൊടുക്കേ. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇനി ഒന്ന് കുറച്ച് കൊടുക്കാം. എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കാര്യം ഇതെല്ലാം നല്ല തീരെ കനം കുറച്ചില്ലേ അരിഞ്ഞേക്കുന്നേ. ഇവിടെ പെട്ടെന്ന് വെന്ത് കിട്ടേ. 1-2 ഇളക്കിളക്കിയാൽ മതി. കവർ ചെയ്ത് കൊടുക്കരുത്. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതൊന്ന് വാടിക്കിട്ടട്ടെ. തീ ഒരു ശകലവും കൂടെ കൂട്ടി കൊടുക്കേ. നമ്മുടെ ക്യാബേജും ക്യാരറ്റും ഒക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാപ്സിക്കം ഇല്ലേ അതിട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കേ. മുട്ടയിൽ ശകലം ഇട്ടിട്ട് ഇതിനകത്ത് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്ത് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ചെറിയ തീയിലേ കിടക്കാവുള്ളൂ. ഓന വെന്ത് കുഴഞ്ഞു പോകരുത്. ഇതൊന്നും കവർ ചെയ്ത് കൊടുക്കേ വേണ്ടേ. ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. തീ കുറച്ചിട്ട് കൊടുക്കേ. സിമ്മിന് മീഡിയത്തിന് തൊട്ട് താഴെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ക്യാബേജും ക്യാരറ്റും ക്യാപ്സിക്കവും എല്ലാം നല്ല വാടിക്കഴിഞ്ഞേ. ഇനി ഇതിലോട്ട് ഒരു 2 തണ്ട് സ്പ്രിങ് അണിയൻ, അത് അതിൻ്റെ അടിയിലത്തെ ഒനിയനും കൂടെ ചേർന്ന് തന്നെ അരിഞ്ഞെടുക്കണേ. പിന്നെ ഒരു 3 പച്ചമുളക്, പിന്നെ എരിക്കനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കേ.
എല്ലാം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. മിക്സ് ചെയ്യണേ, നല്ലതുപോലെ മിക്സ് ചെയ്യണം ഇതൊക്കെ. ഇനി ഇതിലോട്ട് ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയേ. അതൊക്കെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ചതച്ച മുളക് പൊടി. ഇതിനകത്ത് ശകലം സീസണിങ് ഇട്ട് കൊടുക്കേ. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ, 1 ടീസ്പൂണോളം ആവേ. ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. ഇങ്ങനെ കിടക്കട്ടെ. നമ്മുടെ ഈ കൂട്ടിലോട്ട് അതെല്ലാം റെഡിയായേ. ഇനി ഈ കൂട്ടിലോട്ട് ഒരു 1/2 ടീസ്പൂൺ തൊട്ട് കുറച്ച് മതിയേ. ഒരു 1/4 ടീസ്പൂണോളം സോയാ സോസ് ഒഴിച്ചു കൊടുത്ത് ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുത്തേ. ഇതെല്ലാം നല്ല മിക്സ് ചെയ്യുക. ഈ സമയം കൊണ്ട് നമ്മൾ ഈ മുട്ട വറുത്ത് വെച്ചേക്കുന്നില്ലേ, അത് നമുക്ക് റെഡിയാക്കിയെടുക്കാം. തീരെ സിമ്മിലിട്ടേക്ക് വെപ്പേ. നമ്മളിത് റെഡിയാവുന്ന സമയം കൊണ്ട്, റെഡിയാവുന്നില്ല, എല്ലാം റെഡിയായി കിടക്കും, എന്നാലും 1 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. സിമ്മിലിട്ടേക്കല്ലേ. ഇപ്പം നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന മുട്ടയില്ലേ, ഈ മുട്ട ഇതുപോലെ ചുരുട്ടണം. ഇങ്ങനെ ചുരുട്ടിയിട്ട് പിച്ചാത്തി എടുക്കുക. ഞാൻ ഇവിടെ വെച്ച് കാണിക്കാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് ക്യാമറ മാറ്റാം. ഈ ചുരുട്ടിയെടുത്ത മുട്ടയില്ലേ, ഇങ്ങനെ എടുക്കുക, ഇവിടെ വെക്കുക. ഇതിങ്ങനെ ഈ ക്യാബേജ് ഇതുപോലാണ് ചെയ്യണ്ടേ. ക്യാബേജിൻ്റെ ഇല ഇളക്കിയിട്ട് ഇതുപോലെ ചെയ്യണം. ഇങ്ങനെ ഇരിക്കട്ടെ. ക്യാമറ മാറ്റട്ടെ.
നമ്മുടെ ഈ കൂട്ടിലോട്ട് നമ്മളിപ്പോൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മുട്ടയില്ലേ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കേ. ഇങ്ങനെ ഇട്ട് ഇത് അതൊക്കെ ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായാലും വലിയവർക്ക് ഓഫീസിൽ കൊണ്ടുപോകാനായാലും ഒക്കെ പറ്റിയ നല്ലൊരു റെസിപ്പി അതെ. ചപ്പാത്തിയുടെ കൂടെയും വൈറ്റ് റൈസൊക്കെ ഇല്ലേ അതിനൊക്കെ പറ്റിയതാണ്. നല്ല രസം. ബ്രെഡിൻ്റെ കൂടെയൊക്കെ പറ്റിയതാണ്. ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ പറ്റിയൊരു റെസിപ്പിയാണിത്. ക്യാബേജ് മുട്ട നല്ല ടേസ്റ്റ് അല്ലേ ഇത് കഴിക്കാൻ. തീരെ ശകലവും കൂടെ കൂട്ടാം. കാര്യം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവട്ടെ. കവർ ചെയ്ത് കൊടുക്കുകയേ ചെയ്യരുതേ. മുട്ടയും ഈ വെജിറ്റബിളും എല്ലാം കൂടെ ആയിട്ട് നല്ല മിക്സ് ആവണം. ഇത് ഈ ഒന്ന് മീഡിയത്തിലാക്കിയിട്ട് 1 മിനിറ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഓക്കെ, നമ്മുടെ എഗ്ഗ് വിത്ത് വെജിറ്റബിൾ. ഓക്കെ, ഇനി ഇതിനകത്ത് കുറച്ച് ഫ്രഷ് മല്ലിയില ഇട്ട് കൊടുക്കേ. മല്ലിയില വേണ്ടാത്തവർക്ക് ഇടണ്ടേ. നല്ല ടേസ്റ്റാണ് മല്ലിയില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. മതിയേ, ഞാൻ ഗ്യാസ് ഓഫാക്കുകയാണ്. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് എടുക്കാം. നമുക്ക് എടുത്ത് വെക്കട്ടെ. കണ്ടില്ലേ നമ്മുടെ എഗ്ഗ് മസാല, എഗ്ഗ് വെജിറ്റബിൾ മസാല. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ചപ്പാത്തിക്കും സ്കൂളിൽ കൊടുത്തുവിടാനും ഓഫീസിൽ കൊണ്ടുപോകാനും ഒക്കെ നല്ലൊരു റെസിപ്പി ചെയ്തേ. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെ, പൂരിയുടെ കൂടെ, ബ്രെഡിൻ്റെ കൂടെ, ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.